വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സജഷൻ ഇട്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് വന്നത് മെസ്സ് ഇഷ്യൂസാണ്. ഫുഡ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം അങ്ങനത്തെ ഇഷ്യൂസിനെ പറ്റിയാണ് ഇന്നലെ സജഷൻ വന്നത്. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു, ലൈക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് ഓഫ് ടോപ്പിക് ഉണ്ടാകുമോ എന്ന് നോക്കി. പക്ഷേ എല്ലാവർക്കും ഇതിനെ പറ്റി അറിയണം. അപ്പൊ ഇതിനെ പറ്റി നമ്മൾ പറയുന്നല്ലോ, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സംസാരിച്ചിരിക്കുമെന്ന്. നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ആദ്യം ഇവിടുത്തെയുള്ള പ്രസ്സിങ് ഇഷ്യൂസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. സോ എല്ലാവർക്കും ഈ പറയുന്നത് പോലെ ഫുഡ്, റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഇവിടെ നടന്ന അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ പറ്റി സംസാരിക്കാനാണ് സ്റ്റുഡൻസിന് താല്പര്യം. പിന്നെ പുതിയ വരുന്ന സ്റ്റുഡൻസിനും ഇത് എഡ്യൂക്കേഷണൽ സാധനമായിട്ട് വിചാരിക്കട്ടെ. ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അവരുടെ പേരൻസിനെ കാണിക്കാം. ഇവിടെ ഉള്ളവരാണെങ്കിലും വരാൻ പോകുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് ഫുഡ്, എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന്. അതെ, പേര് മാത്രമേ ഉള്ളൂ തള്ളുന്ന പോഡ്കാസ്റ്റ് എന്ന്, പക്ഷെ പറയണതെല്ലാം സത്യമാണ് ചേട്ടാ. യെസ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ചെറിയതാണോ വലുതാണോ എന്ന് പറയാൻ പറ്റില്ല. മറ്റേ നീ നിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ. അത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇയർ ടൈം ആണ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഇയർ വരുന്ന ടൈം നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ല. എല്ലാം നമ്മളുടേതായിട്ടുള്ള കൺസേൺഡ് ആൾക്കാർ പറഞ്ഞു തരുന്ന ഒരു രീതിയിൽ നമ്മളിവിടെ വന്ന് ചേർന്നു. എൻ്റെ ആ ടൈമിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മെസ്സ് എടുക്കണം, അതായത് മെസ്സ് ഇവിടെ ഉണ്ട്, മെസ്സ് എടുക്കണം എന്നൊരു. അത് നിങ്ങളുടെ ഏജൻസിക്കാർ കമ്പൾസറി ആയിട്ട് വരുന്നില്ലേ? അതെ അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ഡീനിൻ്റെ ഓർഡറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ്. ലൈക്ക് നീ ആലോചിക്കണം, എൻ്റെ ഫസ്റ്റ് ഇയർ ടൈം, ഞാനെന്ന് പറയുന്നത് ഇവിടെയുള്ള ഏത് സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് ഇയർ പോലെ തന്നെ ഒന്നും അറിയാത്ത ഒരാൾ തന്നെ. അപ്പം ആ ഒരു രീതിയിൽ ഓക്കെ ഡീനൊക്കെ പറഞ്ഞു ഇത് കമ്പൽസറിയാണ്. ആൻഡ് അന്ന് നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല, നമ്മുടെ പ്രായം ആലോചിക്കണം, എന്തും ആലോചിക്കണം. ലൈക്ക് എന്താണ് സ്റ്റഡീസ് മെസ്ഡപ്പ് ആകും, കുക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ സ്റ്റഡീസ് മെസ്ഡപ്പ് ആകും, അങ്ങനെയാണ് അവന്മാർ പറഞ്ഞത്. അപ്പം അതും പിന്നെ ലൈക്ക് ഈ പറയുന്ന സാധനവും 100% നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ, ഇതൊരു ഓർഡറാണ്, കമ്പൽസറി ആയിട്ട് അവർ പറയുകയും ചെയ്ത്. അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷം എന്താണ് മാസങ്ങൾ പോയി നമ്മളിവിടെ എത്തി, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇതൊക്കെ ഒന്നും നടക്കാത്ത സംഭവങ്ങളാണ്, ഇങ്ങനൊരു സാധനം ഇവിടെ ഇല്ല എന്നുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഞാനും എൻ്റെ ഈ സോക്കോൾഡ് ഫ്രണ്ടും, പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വിഡ്രോ ആകാമെന്ന് തീരുമാനിച്ചു. ഈ മെസ്സി എന്നുള്ള സെറ്റപ്പിൽ നിന്ന് വിഡ്രോ ആകാമെന്ന് തീരുമാനിച്ചു. അപ്പം ഫണ്ട് പ്രതീക്ഷിച്ചല്ല എന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടാൻ. നീ വലിയൊരു എമൗണ്ട് അല്ല. അപ്പം ഞാനും അവനും കൂടെ എന്തായാലും ആ എമൗണ്ടിൽ ഒതുക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അത്രയെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഇറങ്ങി. കാശായിരുന്നെങ്കിൽ നേരത്തെ ഇറങ്ങാമായിരുന്നല്ലോ. ഇത് അറിയുന്നത് തന്നെ കുറച്ച് ആൾക്ക് 2 മാസത്തിനകം നമ്മളിത് അറിഞ്ഞായിരുന്നു, ലൈക്ക് ഇത് കംപ്ലീറ്റ് ഉടായിപ്പാണെന്നുള്ളത്. അല്ല, എത്ര 3 മാസത്തിന്റെ എന്തോ മെസ്സ് ഏൽപ്പിച്ചില്ലേ? 3 മാസം കമ്പൽസറി ആയിരിക്കണം കേട്ടോ. ഒരു സെമ്മ് തീരാൻ എത്ര ടൈം ഇല്ലല്ലോ. അപ്പം ഒരു സെമ്മ് പക്ക അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ലൈക്ക് ഇതും റീകളക്ഷൻ ആണ്, എത്ര വർഷം കളിയാ. അപ്പം റീകളക്ഷൻ ആണ് കംപ്ലീറ്റ്ലി. സോ അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓക്കെ നിങ്ങൾ ഇറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആൻഡ് കുഴപ്പമില്ലായ്മ ഇവിടെ കാശ് തിരിച്ചിട്ടുണ്ടേ, അതിനുവേണ്ടി അടുത്ത് 2 മാസം നടക്കേണ്ടി വന്നു. 2 മാസം ആരെയൊക്കെ കാണണം, ചേട്ടാ തരുവോ, ചേട്ടാ തന്നൂടെ, എന്ത് അങ്ങനെ പറഞ്ഞ് നാക്കിലെ വെള്ളവും പറ്റി, ഇട്ട ഷൂവും തീർന്നു. ആ ഒരു അവസ്ഥയിൽ കാശ് തിരിച്ച് കിട്ടി. പക്ഷെ നമ്മളുടെ ഏജൻസി, ഞാൻ വന്ന ഏജൻസി ഒന്നും അവർ കമ്പൽസറി എന്ന് ഭാഗ്യത്തിന് പറഞ്ഞിട്ടില്ല. അവർ തന്നെ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് ടെക്നിക്കലി ആവശ്യമില്ലടോ. ഇപ്പം ഈ മെയിനായിട്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടെ മെസ്സില്ല. യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു, ബാക്കി കോളേജസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ പല ഫ്രണ്ട്സും പോയിട്ടുണ്ട്. മറ്റേ കസക്, ഉസ്ബെക്ക് അല്ലെങ്കിൽ ജോർജിയ, അപ്പോൾ പല സ്ഥലങ്ങളിലുണ്ട് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിസിലുള്ള മെസ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതില്ല. ആ ഒരു സംഭവം അത് അവർ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ, അത് ഇപ്പോൾ ചുരുങ്ങി. അത് ശരി. അതിൽ ഒരെണ്ണം എന്ന് പറയണത് ഇപ്പൊ ഡെലിവറി മാത്രമാണ്. ഒന്നാണെങ്കിൽ ഇവിടെ നിർത്തിപ്പോയി, ഒരെണ്ണമാണെങ്കിൽ ഇവിടെ ഉണ്ട്. നമ്മൾ പേരൊന്നും പറയുന്നില്ല, പക്ഷെ ഉണ്ട്. ഇവിടുത്തെ കാര്യം തന്നെയല്ലേ, ഇനി പ്രത്യേകിച്ച് പേരൊക്കെ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഇത് ആരും ഡീഫ്രെയിമോ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, പക്ഷെ ഇത്
ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് വേറെ ഒരു പേജസിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഫുഡിനെ പറ്റി ആരും സംസാരിക്കാറില്ല. എന്നാൽ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. ആരും അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഈ പറഞ്ഞ 3 റെസ്റ്റോറൻറ്റ്സിൽ ഞാൻ വേണമെങ്കിൽ ഒരെണ്ണത്തിന്റെ കാര്യം പറയുന്നു, മറ്റേ ഡെലിവറി മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ആക്ച്വലി മലയാളീസ് നടത്തുന്ന അല്ല, നോർത്ത് ഇന്ത്യൻസ് നേപ്പാളി അങ്ങനത്തെ എന്തോ ഒരു സെറ്റ്. നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പ്രൈസും പിന്നെ നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് കുറച്ച് നല്ല ദൂരമുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഡെലിവറി കൊടുക്കുകയാണെങ്കിലും അത് സ്റ്റുഡൻസിന് പറ്റുന്ന കാര്യമല്ല. ഈ പറയുന്ന വീക്കെൻഡ്സിലൊക്കെ പോയി വൺസ് എ ടൈം അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ അല്ലാതെ നടക്കില്ല. അത് കൊള്ളാം. പിന്നെ ബാക്കി ഉള്ളതിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താ സംഭവം, നമ്മളന്ന് അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം, ഇവിടെ നല്ല ഫുഡില്ല. ഒന്നിനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നല്ല ഫുഡില്ല. ഇവിടെ നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരു ദിവസം നമ്മളും നമ്മളുടെ ഫ്രണ്ട്സ് നിന്നിട്ട് 20 പൊറോട്ട ഒക്കെ വാങ്ങിച്ച? നല്ല കാര്യം നീ അതിപ്പോ ഓർമ്മിപ്പിച്ചത്. അത് എന്തായിരുന്നു, 20 പൊറോട്ട വാങ്ങിച്ച് നമ്മൾ എത്ര മണിക്കാണ്? 20 പൊറോട്ട നമ്മൾ ഏകദേശം ഒന്നെങ്കിൽ 12 to 1 ആ ഒരു ടൈമിലാണ് പറഞ്ഞത്. കാരണം ഉച്ച സമയമായി, നമുക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾക്ക് വിശപ്പുണ്ടായിരുന്നു. ഇതേ ടൈമിലല്ല നമ്മൾ മറ്റേ ശബോധം എടുത്ത് നിന്നത്. ലൈക്ക് എന്താണ്, പുറത്തുനിന്ന് നമ്മൾ അധികം ഓർഡർ ആക്കൂല, എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുക്കാക്കിയേ കഴിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നത് എത്ര മണിക്ക്? ഡിന്നർ ലഞ്ചിന് വേണ്ടി ഓർഡർ ചെയ്ത സാധനം ഡിന്നർ എനിക്ക് ഉറപ്പുണ്ട് ഏകദേശം 7 മണിയോട് അടുപ്പിച്ചാണ് സാധനം. 7 മണിയോട് അടുപ്പിച്ചാണ് സാധനം എത്തിയത്. പക്ഷെ നമ്മൾ പിന്നെ ഹാപ്പി ആയിരുന്നു, വന്നല്ലോ കഴിക്കാലോ. അത് കഴിഞ്ഞിട്ട് നീ എന്താണ് അതിനെപ്പറ്റി പറയാൻ പോണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഒരു പൊറോട്ടേൻ്റെ കട്ടിന്ന് വെച്ചാൽ അത്രയും കട്ടിയുണ്ട്. അത് നമ്മൾ ഒരു പട്ടിക്കാണ്, ഞാൻ ഇപ്പോഴും പറയാം, പട്ടിക്ക് തന്നെ പട്ടിച്ചാവും, ആ ലെവല് കട്ടിയായിരുന്നു. എടാ പട്ടിക്ക് ഈ പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വിഗിൾ ചെയ്യണം, മടക്കാൻ പറ്റണം. ഇതുണ്ടല്ലോ, മടക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടും. ഇനി അതേ വെച്ചെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടിരിക്കും. ഉറപ്പല്ലേ? ഫ്രിസ്ബി ആയിരുന്നു ഇത്, 20 ഫ്രിസ്ബീസ്. ഇത് പൊറോട്ടയല്ല, 20 ഫ്രിസ്ബീസ് ആയിരുന്നു. അതൊരു വല്ലാത്ത സമയം. എടാ ഉച്ച തൊട്ട് എനിക്കത് നീ പറഞ്ഞ ഞാൻ പ്രതീക്ഷിച്ച അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നീ പറയുന്നത്, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് ഓർക്കുമ്പോഴത്തേക്ക് അന്നത്തെ ആ വിശപ്പ് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രയും പേര് നമ്മുടെ അവിടെ ഉണ്ട്. നമ്മളത് അതേ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട്, കുക്ക് ചെയ്താൽ നടക്കൂല. വീണ്ടും ഇത്ര ലാഗ് ആകുമെന്ന് വെച്ച് നമ്മൾ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ഓർഡർ ചെയ്തത്. അതും ഫുഡ് പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തു. ഏകദേശം നൈറ്റോടെ ഫുഡ് എത്തിയ ഫുഡാണെങ്കിൽ ഫ്രിസ്ബി. തൊണ്ട കഴിച്ച് കഴിഞ്ഞാൽ കീറിപ്പോത്തില്ലായിരുന്നു. അതും എന്നിട്ട് നമ്മളത് കഴിച്ചിട്ട് കുറെ വന്നത് കളയേണ്ടി വന്നു. അല്ല നമ്മളുടെ നല്ല എല്ലാവരുടെയും ഒരു അവസ്ഥയാണ്. ലൈക്ക് എന്നിട്ട് നമ്മൾ അങ്ങനെ കഴിക്കേണ്ടി വന്നു. നമ്മൾ ഭക്ഷണം ആകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നീ ഒന്ന് ആലോചിക്കണം, ആർക്കും വയ്യാതായി, അത് കഴിച്ചിട്ട് ഒരാൾക്കും വയ്യാതായി. അങ്ങനത്തെ സ്കീമിലാണ് നമ്മൾ അവസാനം കളയേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ഫുഡ് കളയാത്തയാണ്. എനിക്ക് ഞാൻ എത്ര ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് എൻ്റെ ഇവൻ്റെ ഒരു ഇതാണ്, ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കൂല. അതിനിപ്പം എടുത്തൊന്നെങ്കിൽ വെച്ചേക്കും, അറ്റ്ലീസ്റ്റ് അത് കഴിച്ച് തീർക്കാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ മാത്രം, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളങ്ങനെ വലുതായിട്ട് അതിപ്പോ ചീത്തയായാലും നീ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടുത്ത് കളത്, നീ എന്തിനാണ് ഇത് വീണ്ടും കഴിക്കുന്നത്? ഞാൻ നേരം എന്താ പറയണത്, എടാ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ ആ സംഭവം തന്നെ. അങ്ങനത്തെ ഒരു സംഭവം അത് വേറെയാണ്. അങ്ങനെ നീ ഇപ്പൊ ആ ഒരു സംഭവം പറയുകയാണെങ്കിൽ എനിക്ക് ചിക്കൻ ഫിഷ് മോളിനെ പറ്റി പറയാം. അത് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് എടാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മൾ മാത്രമാണോ ഇത് അനുഭവിക്കുന്നത്, അത് വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കിട്ടുന്നുണ്ടോന്നാണ് മനസ്സിലാകാത്തത്. ഇതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് വിശന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു 3 പേരുണ്ടായിരുന്നു, ഞാനും നീയും നമ്മുടെ ഒരു ഫ്രണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകാൻ വേണ്ടി ടൈം എടുക്കും. ബസ് നോക്കി 9 പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ടൈം എടുക്കും. അപ്പം പിന്നെ എന്തായാലും ഇവിടെ മലിനത്തനുണ്ട്, നമുക്ക് ഫുഡ് കഴിച്ച് പൊറോട്ടയും ബട്ടർ ചിക്കനായിരുന്നു. ബട്ടർ ചിക്കന് ഫിഷ് മോളിയുടെ ടേസ്റ്റ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, എങ്ങനെയൊക്കെ മസാല ഇട്ടാലും അത് ഫിഷ് മോളി ആവില്ല. ഫിഷ് മോളി ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഫിഷ് മോളിക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതാണ് ആ കഴിവിനെ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നമ്മളുടെ എല്ലാ സമയത്തെ ഇതുപോലെ കഷ്ടകാല വിശപ്പ് അവസ്ഥ, കഴിച്ചേ പറ്റൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്നു, ആകെ കിട്ടിയ ഭക്ഷണം അതാണ്.
ഇത്രയും നാൾക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്പം വിശന്നിട്ടുണ്ടെങ്കിലും വീട്ടിലെത്തി ഫുഡ് ഉണ്ടാക്കുക. ആ സമയം നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു നിന്നത്, നമ്മൾ അവിടെ നിന്ന് വരുന്നെങ്കിൽ തന്നെ അത്യാവശ്യം സമയം പോയിന്റ് ഉണ്ട്. പക്ഷേ നീ ഒന്ന് ആലോചിച്ച്, ഇപ്പം നമുക്കിത് പോയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഡയറിയ എന്നൊരു ഇഷ്യൂ യൂണിവേഴ്സിറ്റിയിൽ പറയുക, ക്ലിനിക്കിൽ പറയുകയാണെങ്കിൽ അതല്ലേ നമ്മളുടെ ഒരു ഫ്രണ്ടിന് ഇപ്പൊ അടുത്ത് കഴിച്ചിട്ട് ലാസ്റ്റ് വീക്ക് കഴിച്ചിട്ട് ഡയറിയ ഉണ്ടായി, ഫുഡ് പോയിസണിങ് ഉണ്ടായി, മറ്റേ UTIയും കയറി. ഇതൊന്നും ഒരു കണക്ഷൻ ഇല്ലാത്ത സാധനമാണ്, പക്ഷെ എന്നാലും എത്തിപ്പെട്ടു നമ്മളവിടെ. ഡയറിയ, UTI, ഫുഡ് പോയിസണിങ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വരും ഡയറിയ, ഫുഡ് പോയിസണിങ് കാരണം ഡയറിയ വരും. പക്ഷെ UTI വന്നു, അതാണ് ഒന്നും മനസ്സിലാവുന്നില്ല. കണക്ഷൻ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് കലക്കി കൊടുത്തത്, പറയാൻ പറ്റൂലേ. ചില ജൂനിയേഴ്സിനൊക്കെ മാറ്റിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരാശം ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഓവന്റെ ഗ്ലാസ് ഇല്ലേ, കട്ടിയുണ്ട് ഗ്ലാസ്, അത് പ്ലാസ്റ്റിക് ഓവന്റെ ഗ്ലാസ്, ഓവൻ നമ്മൾ അടയ്ക്കുമ്പോ ഒരു ഗ്ലാസ് ഇല്ലേ, അത് പൊട്ടി അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷെ അത് ഞാൻ കാണിച്ചു കൊടുത്ത് ഇനി അങ്ങനത്തെ പരിപാടി ചെയ്യല്ലേ. നിനക്കിപ്പോ എന്തൊരു റെസ്പോൺസ് കിട്ടിയായിരുന്നു ആ ഒരു ടൈം നീ പറയുമ്പോ? ഞാൻ പറയുമ്പോ അവര് ബൈ മിസ്റ്റേക്കറാ, നിനക്ക് ഒരു ഫ്രീ ബിരിയാണി. ഈ സാമാനം തൊണ്ടയ്ക്ക് പോയിട്ട് അത് കീറി കഴിഞ്ഞാൽ എന്ത് ബൈ മിസ്റ്റേക്ക്? മൈ ഗോഡ്. അതാണ് എടാ, എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് എനിക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. ഒന്ന് അല്ല, മറ്റേ ജൂനിയേഴ്സിനുണ്ടതാ, മറ്റേ ജൂനിയേഴ്സിന് ഒരു പ്രാവശ്യം ബിരിയാണി വാങ്ങിച്ചപ്പോ പാറ്റ പല്ലി, അത് ഞാൻ നീയും കൂടെ നിന്നപ്പോ അല്ലേ നമ്മള് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അവര് അവിടെ നിന്ന് അടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരും ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ആ സമയത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വേറൊരു സാധനമുണ്ട്. എന്ത്? നമ്മൾ മെനിക്കാന്ന് കഴിച്ച ഫുഡ്. ഓക്കെ. അത് പറയുന്നതിന് മുമ്പ് ഇതൊരു പ്രൊമോഷൻ അല്ല. ഇത് പ്രൊമോഷൻ അല്ല, നമ്മൾ പ്രൊമോഷൻ ചെയ്യാറില്ല. ഇല്ല, നിങ്ങൾ വിചാരിക്കും നമ്മളെ അങ്ങനത്തെ സ്കീമൊന്നും ഇല്ല. അല്ലെങ്കിൽ ആരെ ഡീഫ്രെയിം ചെയ്ത് ഒരാളെ പൊക്കൊണ്ട് അങ്ങനത്തെ ഒരു സ്കീമും ഇല്ല. നമ്മൾ പ്രൊമോഷൻ ചെയ്യാറില്ല. പക്കായിട്ട് ഊക്ക് കൊടുക്കേണ്ടവർക്ക് നമ്മൾ ഊക്ക് കൊടുക്കുകയും ചെയ്യും. നല്ലത് ചെയ്യുന്നവരെ നമ്മൾ നല്ലതായിട്ട് തന്നെ കാണിക്കുകയും ചെയ്യും. ഇപ്പം നീ പറഞ്ഞ പോലെ അവന്മാർ എനിക്ക് അതിനോട് ആരാണ് മെയിനായിട്ട് നിൽക്കുന്നതെന്ന്. പക്ഷെ സ്റ്റുഡൻസ് ആണ്. ഞാനും അത് കുറെ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് ആരാണ് മെയിൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ സ്റ്റുഡൻസ് ആണ് ഹോസ്റ്റലിൽ നിന്നാണ് അവന്മാർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ക്ലാസ് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് ഓർഡർ അനുസരിച്ച് അവർ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫുഡും നല്ല ക്വാണ്ടിറ്റിയും നല്ല പ്രൈസിങ്ങുമാണ് അവന്മാർ കൊടുക്കുന്നത്. കാരണം അവന്മാർ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല, നമ്മളെ പോലെ തന്നെ രാവിലെ എണ്ണീറ്റ് ക്ലാസ്സിൽ പോകുന്ന ആൾക്കാർ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിച്ചതിൽ നല്ല ഭക്ഷണമാണ്. സോ സത്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 എണ്ണം മേടിച്ചായിരുന്നല്ലോ. അതിൽ ഒരെണ്ണം നീ കഴിച്ചു, ഒരെണ്ണം ഞാൻ കഴിച്ചു, വീണ്ടും ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടില്ലായിരുന്നു. അതിന്റെ പകുതി ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്തായിരുന്നു. സോ നല്ല കാര്യം. എനിക്ക് കഴിച്ചതിന്റെ വലിയൊരു കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെ. അപ്പൊ നമ്മളത് പറയണം, ലൈക്ക് അമ്മ അത്ര കഷ്ടപ്പെടുന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളെപ്പോലെ തന്നെ ഈ 5 മണിക്ക് വന്നിട്ട് ഇത് ഉണ്ടാക്കി ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കുന്നു. അപ്പൊ ചോദിക്കാം, കാശ് കൊടുത്തിട്ടല്ലേ കിട്ടുന്നത്, എന്തിനു പറയുന്നു? നല്ലതുണ്ട്, നിങ്ങൾ ആലോചിക്കേണ്ട ആ കാശ് നിങ്ങൾ വേറെ സ്ഥലത്ത് കൊടുക്കുമ്പോ ഇല്ലേ വിത്ത് ഡയറിയ ഫുഡ് പോയിസണിങ് കിട്ടുക, അത് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ല ഫുഡ് അവന്മാർ ട്രൈ ചെയ്യുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞ സ്റ്റുഡൻസ് ആണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ല മറ്റാരും അല്ല. ഇതൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മളിവിടെ. പക്ഷെ ചില ആൾക്കാർ ഈ കമ്മ്യൂണിറ്റി ആയിട്ടല്ല വിചാരിക്കുന്നത്. അത് നമുക്ക് അത് വിട്ടേരെ. എന്തായാലും ബേസ് ലൈൻ നിങ്ങൾ ചിന്തിച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നു, ഇവിടെ കുറേ പേരുണ്ട്. സോ അത്യാവശ്യം ഇനിയിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുത ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചാൽ മതി. 6-7 വർഷം കഴിയുമ്പം പോകും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് നിൽക്കുക. അതിന് വലിയ ഛേദമൊന്നുമില്ല, ആർക്കും കാശൊന്നും കൊടുക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കണമെന്നുണ്ട് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവന്മാരെ പോയി മേടിക്കുക, നല്ലത് തന്നെയാണ്. അല്ല, അവന്മാർ അത്യാവശ്യം നൈസായിട്ടാണ് ചെയ്തത്. അവന്മാരുടെ ലൈക്ക് ഫുഡ് ആയാലും തന്നെ നല്ല റൈസുമാണ്, നൈസ് പീസും ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതെനിക്ക് ഓഫ് കോഴ്സ് ഇത് പ്രൊമോഷനാന്ന് ആൾക്കാർ പറയത്തുള്ളൂ കേട്ടോ. പറയട്ടെ, നമുക്കെന്ത് അല്ല, എനിക്ക് നമ്മള് നല്ലത് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി പ്രൊമോഷനാന്നേ പറയത്തുള്ളൂ കാര്യമായിട്ട്. ഇത് പ്രൊമോഷനായിട്ട് കൂട്ടുന്ന ആൾക്കാരെ വിചാരിക്കട്ടെ. നമുക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ഇത് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത് പ്രൊമോഷനായിട്ട് നമുക്ക് കാശ് കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഫുഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അല്ല, എല്ലാം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണ്. ഈ പറയുന്നത് പോലെ എന്താണ്, നല്ല കസേരയുണ്ട് എന്നാൽ കൂടെ തന്നെ ആണി അടിച്ച സാധനത്തിന്റെ മണ്ടയ്ക്ക് കയറി
നിതംബങ്ങൾ ഉറപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥ അത് നമ്മൾ തന്നെയാണ് വരുത്തി തീർക്കുന്നത്. ലൈക്ക് 1 point ഡയറിയ വരുമെന്നറിയാം, അടുത്ത ക്ലാസ് മിസ്സാകുമെന്നും അറിയാം. പക്ഷെ എന്നാൽ കൂടെ തന്നെ പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ടും നമുക്ക് ഈ പറയുന്ന ഭക്ഷണങ്ങളോടുള്ള ഒരു ക്രൈസ് കൊണ്ടും നമ്മളിത് മേടിച്ച് കഴിക്കുകയും ചെയ്യും. ആ പറയുന്ന പ്രത്യേക ഇത് വരികയും ചെയ്യും, ഇളകുകയും ചെയ്യും. പിറ്റേ ദിവസം 15-30 യൂറോ അടയ്ക്കുകയും ചെയ്യും. അതൊരു സത്യസന്ധയാണ്. എല്ലാവരും കയ്യിൽ ഉണ്ടായിട്ടല്ലല്ലോ അളിയാ, പലർക്കും പലത് പറ്റിപ്പോണം. ഇവിടുത്തെ മെയിൻ ഇഷ്യൂസ് ഒക്കെ അങ്ങനെ തന്നെ. പക്ഷെ അതിനകത്ത് ഒരു കട പൂട്ടിപ്പോയെന്ന് നമ്മൾ പോയില്ലേ? അത് എന്ത് പൂട്ടിയോ? അത് പൂട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറൊരു റെസ്റ്റോറൻറ്റ് വരുന്നെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഉറപ്പില്ല, ചിലപ്പോൾ വരവായിരിക്കും. ഞാൻ കേട്ടത് വരോന്നൊക്കെയാണ്. ചിലപ്പോൾ ഈ സ്റ്റുഡൻസ് തന്നെ ചിലപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു പ്ലാൻ കൊണ്ടുവരണമല്ലേ? അങ്ങനെ കൊണ്ടുവന്നാൽ മേ ബി 4 o'clock കടകളൊക്കെ പോലെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാൽ നൈസാണ്. പക്ഷേ ഇവിടെ അത്രയ്ക്ക് ചെയ്യാനായിട്ട് നിനക്കറിയാലോ ഇവിടത്തെ സപ്പോർട്ട് എന്താണെന്ന്. ഇവിടത്തെ സപ്പോർട്ട് എന്ന് വെച്ചാ മുമ്പിൽ കാണും സൂപ്പർ അലിയ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും. അതാണ് ആരെ ഉദ്ദേശിച്ചല്ല, എല്ലാവർക്കും ഈ സ്വഭാവം ഉണ്ട്. അളിയ കൊള്ളായിരുന്നു കേട്ടോ, സത്യമായിട്ട് അളിയ കണ്ടു കേട്ടോ അളിയ. പക്ഷെ ഇതൊന്നും നല്ല ശീലങ്ങളില്ല, കാര്യമായിട്ട് മാറ്റുക. പിന്നെ ഇപ്പൊ പുതിയ വരാൻ പോകുന്ന ജൂനിയേഴ്സിന്റെ അകത്ത് പറയാൻ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഫുഡെന്ന് കൺസൾട്ടൻസി പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതെല്ലാം തല്ലാണ്. നിങ്ങൾക്ക് ഒരു സംഭവം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന കുട്ടികൾ അറിയും. മാക്സിമം പോയാൽ ലൈക്ക് അവർ പറയും ഇങ്ങനെ മെസ്സ് എടുക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത് മെസ്സ് ആവശ്യമില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് കുക്ക് ചെയ്യാൻ 500 രൂപ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒരു നേരം ഫുഡ് കഴിക്കുന്ന അവിടെ കൊടുക്കുന്ന കാശ് അവിടെ കൊടുത്താൽ നല്ല കോച്ചിങ്ങിൽ നല്ല ഫുഡ് കിട്ടും. എനിക്കൊന്ന് പലർക്കും അറിയാത്ത ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇവിടുത്തെ ജാപ്പനീസ് കടകളൊക്കെ ഇവിടെ ഈ പറയുന്ന പോലെ സൂഷി ഇങ്ങനത്തെ സാധനമല്ലല്ലോ. അവിടെ ഫ്രൈഡ് റൈസ് അവൈലബിൾ ആണ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യാം, പോയി കഴിക്കാം. സോ ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കണ്ട. ഇവിടെ ഫുഡ് ഇല്ല, അതുകൊണ്ട് ഇന്ന് ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്തൊരു കടയില്ലേന്നാ, അത് ആക്ച്വലി ക്ലോസ് ആയതല്ല, അവര് പുതിയത് ബ്രാഞ്ച് തുടങ്ങി. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പോയി കഴിച്ചപ്പോ നല്ല ഫുഡായിരുന്നു. ഇത് പ്രമോഷൻ ആണെങ്കിൽ നമ്മൾ പേര് പറയണം. നമ്മൾ ആരുടെയും പേര് ഇവിടെ പറഞ്ഞിട്ടില്ല പ്രമോഷന് വേണ്ടി. നമ്മളെല്ലാം ഇങ്ങനെ ഇനി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് നിങ്ങൾ പറഞ്ഞ കടകളൊക്കെ ഏതൊക്കെയാണ്, പോയി കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പറയുക, അപ്പം പറയുക. അല്ലാതെ ഇവിടെ ക്ലിക്ക് ദ ലിങ്ക് ബിലോ അങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. നീ മറന്നുപോയോ നമ്മൾ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ റിവീലിംഗുമാണ്. നമ്മളുടെ സെഗ്മെന്റിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ആക്ച്വലി ഈ ഡിസ്ക്ലെയിമർ സത്യം പറഞ്ഞാൽ നമ്മളൊരു റീലോ കാര്യങ്ങളോ ആയിട്ട് എടുത്തിടണം. അത് ഇടാം, നമുക്ക് പിന്നീട് ഇടാം. എന്നാലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും പ്രൊഫൈലിൽ കയറി ഒന്നും മാന്തി എടുക്കണില്ല. നമ്മൾ എടുക്കുന്നത് ഇൻസ്റ്റ, യൂട്യൂബ്. നിങ്ങൾ പോസ്റ്റ് ചെയ്യണത് ലോകം കാണാൻ വേണ്ടിയാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി ഇടണം, അല്ലെങ്കിൽ യൂട്യൂബ് ഹിഡൻ ആക്കി ഇടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ലോകം കാണാൻ വേണ്ടി. അവിടുന്ന് നമ്മൾ എടുക്കും, നമ്മൾ എടുത്തിരിക്കും. അതെ. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുക അല്ലേ? അപ്പൊ ആര് കാണാനാണ്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെഗ്മെന്റിന്റെ പേരെന്താ പറയാ? ടാലന്റും ഓവർ ടാലന്റും. പക്ഷെ ഓവർ ടാലന്റ് മലയാളത്തിൽ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പം നമ്മുടെ തന്നെ കുട്ടികളുടെ ഇടയിൽ നിന്ന് നല്ല പരിപാടികൾ ചെയ്യുന്ന കുട്ടികളെ നമ്മളൊന്ന് എടുത്തിട്ട് കാണിക്കുക. അതുപോലെ തന്നെ എൻ്റെ പൊന്നാക്കളുമായിട്ട് നമ്മുടെ വിക്കിത്തൊക്കെ പറയുന്ന സാധനം എൻ്റെ പൊന്നാ അമ്മ അതിന് സാധനം ഇടുന്നവരെയും നമ്മളിവിടെ എടുത്ത് കാണിച്ചിരിക്കും. അത് സത്യമാണ്. അതിന് നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? പബ്ലിക് അക്കൗണ്ട്, പബ്ലിക് പ്രൊഫൈൽ, എല്ലാം പബ്ലിക്കാണ്. ലോകത്തിന് കാണാനിട്ടേക്കുന്ന സാധനങ്ങൾ ഈ ലോകത്തിലെ 2 ചേട്ടന്മാരെടുത്ത് പെരുമാറുന്നതേ ഉള്ളു കുഞ്ഞാടുകളെ. അതുകൊണ്ട് നിങ്ങൾ അത് വെച്ച് നമ്മളുടെ ഗ്രഡ്ജ് കാണിച്ച് നിൽക്കണ്ട. ഇനിയിപ്പം കാണിച്ചാലും നമുക്കൊന്നുമില്ല പൊന്നാ. അപ്പോ നമുക്ക് വിഷയത്തിലോട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ ജൂനിയേഴ്സിന്റെ അകത്ത് പറയുന്ന കേസ്
എല്ലാ ഇവിടെ ഉള്ളവരല്ലല്ലോ നീ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉണ്ട് ആൾക്കാർക്ക് എല്ലാം അറിയാലോ ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ കുറച്ച് നാൾ ഇവിടെ നിൽക്കുമ്പോ തന്നെ എല്ലാ പരിപാടിയും മനസ്സിലാക്കിയില്ലെങ്കിൽ അവന്റെ ഇത് നിങ്ങളുടെ ഫോൾട്ടാണ്, നിങ്ങളുടെ മാത്രം ഫോൾട്ടാണ്. കാരണം എൻ്റെ ഒരു മറ്റേ ഫേക്ക് ഫെയറി ഡസ്റ്റ് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ് നിങ്ങളുടെയാണ് പോകുന്നത്, സമയം നിങ്ങളുടെയാണ് പോണത്, വയറും നിങ്ങളുടെയാണ് പോണത്. ഓഫ് കോഴ്സ്. പിന്നെ പുതിയ വരുന്ന ജൂനിയേഴ്സിൻ്റെ അകത്ത് ഞാൻ പറയാൻ നിൽക്കാണ്, ലൈക്ക് എല്ലാ ഏജൻസിനെയും കണ്ണും പൊട്ടി വിശ്വസിക്കല്. ലൈക്ക് അവർ പറയും ലൈക്ക് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഒരു ബേസിക് സ്കില്ല് ലൈക്ക് അറിയാമെങ്കിൽ നിങ്ങൾ യൂട്ടൻസിൽസ് കൊണ്ടുവരാം. അതിനോടെങ്കിലും തന്നെ നിങ്ങൾ യൂട്ടൻസിൽസ് ഒക്കെ കൊണ്ടുപോകാം, സ്പൈസസ് ഒക്കെ കൊണ്ടുപോകാം. നാട്ടിൽ കിട്ടുന്ന സ്പൈസസ് ഒന്നും ഇവിടെ കിട്ടൂല. ഇവിടെ കിട്ടുന്നത് തന്നെ ലൈക്ക് ലോ ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ അതിനകത്ത് നിങ്ങൾ നാട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് പിന്നെയും കുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അവിടെ നല്ല സാധനങ്ങളാണ് കിട്ടുന്നത്. അത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫുഡിന് ടേസ്റ്റ് ഇല്ലെന്നോ ഇതേ പ്രൊഡക്ട്സ് മേടിച്ച്. അത് മാത്രമല്ല, അതിന്റെ കൂടെ പറയാനൊരു കാര്യമുണ്ട്. ഇപ്പൊ മറ്റൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇന്ത്യൻ പ്രൊഡക്ട്സ്. അവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ നീളത്തിലുള്ള മസാലാസ് അവൈലബിൾ ആണ്. അതിന് 50 വെച്ചാൽ 30-20 ഗ്രാമേ ഉള്ളൂ. അപ്പൊ തന്നെ നാട്ടില് അത്യാവശ്യം ഒരു വിലയായി. അതെ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു അഡ്വൈസ് മാത്രമേ ഉള്ളൂ. കാശ് കളയേണ്ടവർക്ക് കളയാം. നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാ അവര് ഇങ്ങനെ സ്പൈസസ് എടുത്തിട്ട് അവര് ഇങ്ങനെ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ അവര് ഇങ്ങനെ കൊറിയർ തയ്ക്കും നാട്ടിൽ നിന്ന്. അപ്പൊ അവർക്ക് ഒരു കാശ് നഷ്ടമാണ് ലൈക്ക് ടെക്നിക്കലി. പക്ഷെ കൊച്ചാൽ വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും. അതൊരു കൊച്ചു ബൾക്കായിട്ട് അയക്കുമ്പോൾ തന്നെ ഒരു 20 ആകും, 20 to 30K ആകും. ചില ആൾക്കാർ ഒന്നിന് അയക്കുന്ന ആൾക്കാരുണ്ട്, അത് നമുക്ക് അറിയാം. നമ്മളുടെ ഫ്രണ്ട്സ് തന്നെ ചെയ്യുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ളവരുണ്ട്. ആ ഒരു റേഞ്ചിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല എമൗണ്ട് കൊടുത്തിട്ട് കുറച്ചു കാലം വെയിറ്റ് ചെയ്ത് 2-3 മാസം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും ആ ഒരു പാഴ്സൽ വരുന്നത്. അപ്പോൾ അതും ഇത് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ നോക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. ഈ പറഞ്ഞ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്വയമേ വിചാരിച്ചാലേ എന്തും നടക്കൂ. അല്ലാതെ ഇവിടെ 2 അണ്ണന്മാരിരുന്ന് എന്തെങ്കിലും വായിക്കുന്നതെന്ന് പറഞ്ഞു അതിനകത്ത് നല്ലത് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷെ അവരെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് യൂട്ടൻസിൽസ് ഇവിടെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ സീനിയേഴ്സ് സഹായിക്കും. സീനിയേഴ്സ് പഠിപ്പിച്ചു. ഫോർ എക്സാമ്പിൾ, ഇവന് ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യാൻ അറിയാം. എനിക്ക് അത്ര ഇന്ത്യൻ ഫുഡ്സ് എനിക്ക് വലിയ ലൈക്ക് ഇതില്ല. ഞാൻ കുക്ക് ചെയ്യുന്നത് എനിക്ക് കഴിക്കാൻ പറ്റും, നിനക്കും പറ്റും. വേറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോ ചിലപ്പോ തെരിയേക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നീ സ്റ്റിൽ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിച്ചാ പോരോ. അതുകൊണ്ട് അങ്ങനെ പറയാണ്. പിന്നെ ഞാൻ ഇന്ത്യൻ ഫുഡ്സ് വലുതായിട്ട് പ്രിഫർ ചെയ്യുന്നത് നീ കുക്ക് ചെയ്യാൻ പറയാൻ. ഇവൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇടപെടാൻ പോകാറില്ല. അല്ല എടാ, ഈ പറഞ്ഞതുപോലെ ഞാനും ഇത് എവിടെ നിന്നും എന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്നെ അമ്മ പഠിപ്പിച്ച് കിട്ടൊരു കാര്യമല്ല ഈ കുക്കിംഗ് എന്ന് പറയണത്. ഇത് നമ്മൾ പഠിക്കുന്നതല്ലേ, സ്വയം പഠിക്കുന്ന ഒരു ബേസിക് സ്കില്ല ഇത്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ 2 മണിക്കൂർ എല്ലാ ദിവസവും ചെയ്യണം അങ്ങനത്തെ ഒരു സാധനം അങ്ങനെ പഠിക്കണമെന്നില്ല. ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആകും. ആദ്യം ഒരു 2-3 തവണ എഴുതി കൂടും, ചിലപ്പോൾ സീനാകും. ഒരു 2 മണിക്കൂർ പല സ്ഥലങ്ങളിൽ കുത്തിയിരിക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. സംഭവം പിന്നെ ലൈക്ക് ഒന്ന് ട്രൈ ചെയ്താ നിങ്ങൾക്ക് ഒരു ബേസിക് സ്കില്ലാണത്. എവിടെ പോയാലും, നിങ്ങൾ അബ്രോഡ് പോയാലും നിങ്ങൾക്ക് അത് വെച്ച് ജീവിക്കാൻ പറ്റും. അല്ല, നീ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ഇടാം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. കാരണം അതുവഴി കുറേ കാര്യങ്ങൾ ഒരു സ്കില്ല് നമ്മൾ പഠിക്കും. ഈ പറഞ്ഞതുപോലെ ഇതൊരു ഡ്രൈവിങ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ചെല്ലുന്ന പോലെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പഠിക്കുന്നത് പോലെ തന്നെയാണ് കുക്കിങ്ങും. അത് പഠിച്ചെന്ന് വെച്ചിട്ട് ഒരു നഷ്ടവും ഇല്ല. പിന്നെ ഹോസ്റ്റൽ സ്റ്റുഡൻസിൻ്റെ അകത്ത് മെയിനായിട്ട് പറയേണ്ടത്, അവർക്ക് ഗ്യാസിന് കാശില്ല. നമ്മൾ അപ്പാർട്ട്മെന്റ് ആയിക്കൊണ്ട് നമുക്ക് ഗ്യാസിന് ഒരു കാശുണ്ട്. പക്ഷേ എന്നിട്ട് നമ്മൾ മോസ്റ്റ്ലി വീട്ടിൽ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അത്രയും ഗ്യാസ് ബില്ല് നമ്മൾക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല, എന്തോ ഭാഗ്യത്തിന്. അതെ, പക്ഷേ ഇനി വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ കമ്പനിയിൽ ഉണ്ട് ഗ്യാസ്, ഇലക്ട്രിസിറ്റി എല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് അത് ഒരു റെന്റായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് ലാഭമാണ്. അതെ, അതെന്തോ കമ്പനി എല്ലാം കൂടി ഇൻക്ലൂഡഡ് അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇത്ര ഒരു വലിയ എമൗണ്ട് നിങ്ങൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവാണ്.
നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാശാണ് പോകുന്നത്. നമ്മൾ അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. എടാ ഈ പറഞ്ഞതല്ലേ നമ്മളുടെ ഒരു ആദ്യത്തെ ഒരു മാസം ഇവരെ പോലെ തന്നെ നമ്മളും പെട്ടതാണ്. മാത്രമല്ലല്ലോ നമ്മള് എന്തുമാത്രം കഴിച്ചിട്ടുണ്ട്, നമ്മൾ എന്തുമാത്രം കേറി ഇരുന്നിട്ടുണ്ട്. അത് നമ്മള് ഫസ്റ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മളുടെ ഹോസ്റ്റൽ കമീൻ 7 നമ്മൾ ഇനിയിക്കുന്ന തന്നെ 12 അടിക്കാറ്. ആ സമയത്ത് നമുക്ക് ക്ലാസ് വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് അതെ തുടക്കം സ്റ്റാർട്ടിംഗ് ഇല്ല. അത് ഇതിന്റെ അർത്ഥം ക്ലാസ്സിൽ പോകാതിരുന്നു എന്നല്ല. ഇപ്പൊ ഉള്ളവർ വേണമെങ്കിൽ ചിന്തിക്കും 12 മണിക്ക് എന്ന് ക്ലാസ്, ഞങ്ങൾക്ക് 8 മണിക്ക് തുടങ്ങുന്നതാണല്ലോ. അങ്ങനല്ല, കുറെ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ആയി. ആ സമയത്ത് നമുക്ക് ക്ലാസ് ഒക്കെ പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പക്ക ക്ലാസ് ആയിട്ട് 8 മണിക്കൊക്കെ തുടങ്ങി. അവസാനം നമ്മൾ 12 മണിക്ക് ഇനീറ്റ് 1 മണിക്ക് ഇനീറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് വെളിയിലായിരുന്നു. വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകും, പിന്നെ ഈ നൈറ്റ് ആകും. നൈറ്റ് ആയിട്ട് പിന്നെ കമ്മിങ് ടൈമിങ്സ് നിങ്ങൾക്ക് അന്ന് ഓർമ്മയില്ലേ, എത്ര പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് ഇല്ലാതെ തിരിച്ചു വരുന്നതും. അത് നിങ്ങൾക്ക് മെസ്സ് ചെയ്ത് നിന്റെ മെസ്സ് പോലും അല്ലേ ഇത്. ഓർമ്മയുണ്ട്. ഇവർ മെസ്സ് ചെയ്യുന്നത് ഇവർക്ക് അവിടെ പക്ക ഫുഡ് വേണമായിരുന്നു, ലൈക്ക് നൈറ്റ് ഒക്കെ ആകുമ്പോൾ. പക്ഷെ ഹോസ്റ്റലിന്റെ ടൈമിങ്സും പിന്നെ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്ന ടൈമിങ്സും വെച്ച് ഇവർ പോകുമ്പോൾ ഇവർക്ക് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഫുഡ് കിട്ടൂല. പിന്നെ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോഴൊക്കെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ അവർ പറയും ഇന്ന് പറ്റൂല, നടക്കൂല, നാളെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫുഡ് തരുമോ എന്നൊക്കെ പറയും. പക്ഷെ അത് ജസ്റ്റ് പറച്ചിലായിട്ടാണ്. അതെ ഞാനൊരു ദിവസം തന്നെ ഒരു 5 തവണ എക്സ്ട്രാ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും അതങ്ങോട്ട് വിട്ടുമാറുന്നില്ല. അതൊക്കെ അവർ ജസ്റ്റ് പറച്ചിലായിട്ട് അവർ പറയും, നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനും രമോന്റെ ഒരു പേര് കളയാറെ ഇരിക്കാനും. ചില ആൾക്കാർക്ക് ഒരു വിചാരം ഉണ്ടല്ലോ, ഈ പൈസ എന്ന് പറയുന്ന സാധനം ഈ മരത്തിൽ നിന്ന് നമ്മളൊക്കെ കുലുക്കിയിട്ട് എടുക്കുന്ന ഒരു സാധനം. അതായത് ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനും നീയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയിട്ട് 2 കുലുക്ക് കുലുക്കുമ്പോൾ 2 കെട്ട് താഴെ വീണു, അത് എടുത്തോണ്ട് ഇന്നാണ് പിടി സാധനം പിടിയെന്ന് പറഞ്ഞു. അങ്ങനൊന്നും അല്ല, എല്ലാവരും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ഒക്കെ ഉണ്ടാക്കുന്ന കാശികളാണ്. സോ അതിനൊരു വില വേണം. പക്ഷെ നിങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്കറിയാം, വീട്ടുകാരാണ്. അതുകൊണ്ട് അതിന് വെച്ച് ബഹുമാനം കൊടുക്കാം. ഈ ഇത് മാത്രം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം എവിടെന്നെങ്കിലും മേടിക്കുകയാണെങ്കിൽ ആ ആൾക്കാരും അതേ ഒരു റെസ്പെക്ട് നമുക്ക് തരിക. അവർ എന്ത് പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നത്. അത് അതിനപ്പനാണ് നമ്മൾ അവിടെ പോകുമ്പില്ലേ മെസ്സ്, നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ മറ്റേ ഫുഡിന് ദാനമായിട്ട് ചോദിക്കൂലേ? നിങ്ങൾക്ക് സത്യപ്പെട്ട ഞാൻ മറന്നുപോയല്ലേ, നീ അർഹതപ്പെട്ട ഫുഡില്ല. നിങ്ങൾ അവിടെ ദാനം ചെയ്യുന്നവർക്ക് അവിടെ വെയിറ്റ് ചെയ്ത് 1.5 മണിക്കൂർ 2 മണിക്കൂർ. ആ സമയത്തൊക്കെ ഞാൻ ഹാപ്പി ചെയ്യുന്ന കേട്ടാ. ഞാൻ വെളിയിൽ പോയി ഫുഡ് കഴിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പേയ്മെന്റ് ചെയ്തൊന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ അത് ഇവന്മാര് എന്നെ അവിടെ വിളിച്ച് കയറ്റുകൊണ്ട് ഞാൻ അവിടെ പേയ്മെന്റ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇവന്മാർ കൊണ്ടുകൊണ്ട് മാത്രം അവിടെ കയറി കഴിച്ചിട്ടുണ്ട് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു വിശ്വാസത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ പോയി നിൽക്കുമ്പോൾ അവർ മറ്റേ എന്താ നമുക്ക് അർഹതപ്പെടാത്ത സാധനങ്ങളൊക്കെ ഇല്ലേ, ഇങ്ങനെ വലിച്ചെറിയല് അങ്ങനത്തെ കൊണ്ടിടുന്ന ഒരു ചില ബേസിക് ആയിട്ടുള്ള റെസ്പെക്ട് എല്ലാവരും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ ഞാനതൊരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ മറിഞ്ഞു ഇങ്ങനെ ഈ ഒരു സാധനം അങ്ങനത്തെ. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇങ്ങനത്തെ എനിക്കൊരു ഈഗോ ഇഷ്യൂ ഉണ്ട്. ഞാനങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ പോയി. അത് ചില ആൾക്കാർക്ക് അറിയാം. നിനക്ക് ഓർമ്മയില്ലേ, ഞാൻ മറ്റേ ഒന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഒരു കടക്കാരന്മാര് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അടി ഉണ്ടാക്കിയത്. അത് കുഴപ്പം. അത് സ്പോട്ട് ഏതായിരുന്നു മറന്നുപോയല്ലോ. അത് ആർട്ടിഫിഷ്യൽ ബീച്ച്. അത് പേരെന്തായിരുന്നു? അവിടെ കിടക്കുന്ന സ്ഥലത്ത്. പക്ഷെ അത് റൊമേനിയൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. അല്ല അന്ന് നമ്മൾ പക്ക എക്സ്പീരിയൻസ് ചെയ്തൊരു റേസിസം. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല. റേസിസം ഉണ്ട്, അതിന് മാറാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ ഇപ്പത് പിന്നെയും കുറഞ്ഞതാ. നമ്മ ഫസ്റ്റ് വന്ന സമയത്ത് ഉണ്ട് റേസിസം അല്ലേ ഇപ്പത്. മറ്റേ സാധനം ഓർമ്മയുണ്ടോ, നീ പറയാൻ പോയ കത്തി? ഞാനത് പറഞ്ഞു തരാം, എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേര് പറയണ്ട, ഇരുന്നോട്ടെ. ഈ കഥ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങില് ഈ കഥ ഭയങ്കര ഫേമസ്. നമ്മളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലും ഉണ്ട് കേട്ടാ. കാരണം അതറിയാത്തായിട്ട് ആരും ഇല്ല. ഞാനും ഇവനും ഞങ്ങൾക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. ചെൻട്രൂല് വെച്ചിട്ടാണ് എക്സാം. ചെൻട്രൂല് റൊമേനിയൻ ബിൽഡിങ്ങില്. റൊമേനിയൻ ബിൽഡിംഗ്.
നമ്മൾ എക്സാം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞ് പാസ്സായി സന്തോഷിച്ച് തിരിച്ച് വീട്ടിൽ വരിക, വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുക, അതേ ഉള്ളൂ സ്കീം. എന്നിട്ട് കിടന്നു പറയാം, കാരണം തലേദിവസം മൊത്തം ഇരുന്നതാണ് അതിന് വേണ്ടി. ബസ്സിലപ്പോൾ എത്തിക്കണം. മാൾ അടുക്കുന്ന സമയത്ത് മറ്റേ ഈ കുട്ടികളെ വെക്കുന്ന മറ്റേ ക്രേഡിലില്ലേ, ക്രേഡിലിൻ്റെ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ അതിൽ ചാരി നിൽക്കുന്നത്, എൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്തൊരു കൊച്ചുകുട്ടി നിൽപ്പുണ്ട്, ഏകദേശം ഇത്ര കാണുകയുള്ളൂ. അപ്പം ഇവൻ മൈൻഡ് ആക്കിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വള്ളി മണത്തുന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു കുറേ നേരമായിട്ട് നമ്മളെ നോക്കി നിൽക്കുക. അപ്പോൾ പൊതുവേ നമ്മളിവിടെ എൻവേഡ് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വല്ല എൻവേഡ് കേസ് ആയിരിക്കും നമ്മളെ കുറേ നേരം നോക്കിക്കൊണ്ട്. അപ്പം ഞാൻ ഈ മറ്റേ ഇടക്കണ്ണിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക, ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവനാണെങ്കിൽ ഈ പിള്ളേരെ ഇഷ്ടമാണ്, ഇവൻ ഈ നോക്കി പോകും. അപ്പോൾ അയ്യോ അങ്ങനല്ല, FBI കേസല്ല, കൊച്ചുകുട്ടികളെ ഇപ്പം അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പ്രാന്താവും. ഞാൻ അതിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ ഇപ്പം ഫാമിലിയിൽ തന്നെ കുറെ കുഞ്ഞു കസിൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ലൈക്ക് അങ്ങോട്ട് പോകാറില്ല. എൻ്റെ അമ്മയാണെങ്കിൽ നിർബന്ധിച്ച് എടുപ്പിക്കുക തന്നെ, എടാ പരിചയമാകുക എന്നുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഈ പറഞ്ഞ കൊച്ചു പിള്ളേരെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഹായ് ഇന്നിങ്ങനെ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, ലൈക്ക് അത് ക്രീപ്പിയാണ്. ലൈക്ക് ഇവരിപ്പോൾ ഇത്ര പോകുന്ന കൊച്ചോട് വെച്ചിട്ട് ഇന്നിങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള് നോ. അപ്പൊ അത് നീ പറഞ്ഞ, അപ്പൊ ഇവൻ ഈ കുട്ടീനെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഞാനപ്പം ഗെയിമും കളിച്ചോണ്ടിരിക്കും, ഇങ്ങനെ നോക്കി. ഞാൻ അവിടെ നിന്ന് കാണുന്ന വെച്ചാൽ ആ കൊച്ചുകുട്ടി, ഇത്രയുള്ള കൊച്ചുകുട്ടി, ഫക്ക് ഓഫ്. എന്റെ കയ്യിൽ ഫോണും ഇരിക്കും, എനിക്ക് ചിരിക്കാനും ബസ്സിൽ നിന്ന് അധികം ശബ്ദമില്ല. ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് എന്റെ മുഖത്ത് പല എക്സ്പ്രഷൻസ് തന്നോണ്ടിരിക്കും. അവിടെ നിർത്താൻ എന്നെ വിടും, അവൾ എന്നോട് എന്താ പറഞ്ഞു, അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. ഓ അതൊരു സംഭവം. ഇതുപോലെ അമാനൊരു സംഭവം പറ്റിയിട്ടുണ്ട്. അമാൻ എന്താ ഇത്? അമാൻ ലിനല്ലയിൽ ഫുഡ് മേടിക്കാൻ പോയി. ഇതേ കുറച്ച് ഒരു അത്യാവശ്യം ചെറിയ ചെക്കൻ അമ്മാനെ കുറച്ചേരം നോക്കിയിട്ട് നിക്ക. അത് ഈയിടയ്ക്ക് അമ്മ വന്നപ്പോ പറഞ്ഞു, അമ്മയിലേക്ക് ഞാനോ നിക്കയോ? അതല്ല, അതിപ്പോ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്തായത്. പക്ഷെ ഇപ്പൊ അതൊക്കെ പിന്നെ നമുക്കൊരു ഇതായി, കൊറേയൊക്കെ ചേഞ്ച് ആയി. പക്ഷെ ഉണ്ട്, ഇറ്റ്സ് ആൻഡ് ബിറ്റ്സ് എവരിവെയർ. അതുണ്ട്. പക്ഷെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോ ലൈക്ക് നമ്മൾ അന്ന് ട്രിപ്പിന് തന്നെ പോയപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ വെളിയിലൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാരൊന്നും നമ്മളുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കും. അത് നിങ്ങളൊരു റേസിസം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ലൈക്ക് അവര് നമ്മളെ കണ്ടിട്ടില്ല, അവര് കണ്ടിട്ടില്ലാത്തോണ്ട് അത്രയാണ് സംഭവം. അത് നിങ്ങൾ അവസാനം റേസിസം ആയിട്ട് വിചാരിച്ചാലും ലൈക്ക് ഇറ്റ് ഇസ് അവരൊരു ഫ്രണ്ട്ലി ആയതാണ് നോക്കാണ് മോസ്റ്റ്ലി. പിന്നെ നീ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത ഒരു അഡ്വൈസിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, മറ്റേ പിള്ളേന്റെ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ഞാൻ പറയുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ യൂട്ടൻസിൽസ് ഇവിടെ നല്ല വിലയാണ്. ഇവിടെ നല്ല വിലയെന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിന് തന്നെ ഒരു 100-200 ലേ ഒക്കെ ആവും. അതും ഒരു മിനിമം ഒരു ചെറിയ പാത്രത്തിനാണെങ്കിലും ഒരു 100-200 ലേ ആകും. അതിനൊക്കെ നല്ല നാട്ടിൽ പോയാൽ നല്ല സാധനങ്ങൾ കിട്ടും. അത് അവർക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ ലൈക്ക് നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ KGs ഉണ്ട്. അതെ. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് യൂട്ടൻസിൽസ് അങ്ങനത്തെ സ്കീമായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾക്ക് അതൊരു ഉപയോഗമാകും. അല്ലെ ബേസിക് ആയിട്ട് ഒരു കുക്കറും ഒരു ഫ്രൈങ് പാനും മതി. സത്യം. നിങ്ങൾ എത്ര വർഷം ഇവിടെ നിൽക്കുന്നുണ്ടോ അത്രയും വർഷം നിങ്ങളുടെ കാര്യങ്ങൾ അതിൽ കഴിഞ്ഞു പോകും. ഒരു കുക്കർ തന്നെ മതി ടെക്നിക്കലി പറഞ്ഞ. അത് തന്നെ, കുറച്ച് ചിക്കൻ എടുത്തിടുക, ചോറ് എടുക്കുക, മസാല എടുക്കുക, മസാല ചോറായി. മസാല ചോറ് അതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. അതെ, എല്ലാവരെയും കൊണ്ടും പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ഈ ഫുഡിൻ്റെ കേസും അതിനപ്പുറമാണ്. അത് അവർ ലൈക്ക് ഫിനാൻഷ്യലി ഡൗൺ എന്ന് പറയാൻ ഇവിടെ ഉള്ളതാണോ? ഇവിടെ ഉണ്ട്. ഫിനാൻഷ്യലി ഡൗൺ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ കൊച്ച് കഴിക്കുന്ന ഫുഡ് ലൈക്ക് രാവിലെ പോയ കാപ്പി, ക്ലാസ് കഴിഞ്ഞാൽ കാപ്പി, ഡിന്നറായ കാപ്പി. അപ്പൊ നീ പറയണത് ഈ പെണ്ണ് ഓടുന്നത് കഫീനിലാണ്. പക്ഷെ ഇപ്പഴാണ് പിന്നെയും കോച്ചെങ്കിലും കഴിച്ചു തുടങ്ങുക. എന്താന്ന് വെച്ചാൽ നമ്മൾ 4th ഇയർ ആകുമ്പോൾ പിന്നെ ക്ലാസ്സസ് നമുക്ക് ലിബറൽ ആവും. ലൈക്ക് ക്ലാസ്സസ് പെട്ടെന്ന് കഴിയും. അങ്ങനത്തെ സ്കീമൊക്കെ ആകുമ്പോൾ പിന്നെയും കഴിച്ചു തുടങ്ങുന്നത് ഇപ്പറൊക്കെയാണ്. ആ കൊച്ചി ഇപ്പം കുക്ക് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ പണ്ടൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നും.
ലൈക്ക് ഫുൾ ടൈം കഫീനിലാണ് ആ കൊച്ചു ഓടിക്കൊണ്ടിരുന്നത്. കഷ്ടമാണ്. അത് നിനക്ക് തന്നെ അതിനോട് കാരണം ഈ പറയുന്ന അണ്ടർലൈങ് പ്രോബ്ലംസ് പിന്നീടാണ് വരുന്നത്. എന്താണെങ്കിലും ഇത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ, അതൊരു സീരിയസ് ഇഷ്യൂ ആകുന്ന ടൈമിൽ വളരെ ലേറ്റ് ആയി പോവുകയും ചെയ്യും. അല്ല, നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ അന്ന് എക്സാമിന്റെ സമയത്ത് നമ്മൾ തന്നെ എത്ര കഫീൻ കുട്ടിച്ചിട്ട് എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ഉറക്കം. എനിക്ക് 1.5 ആഴ്ച എടുത്തു എൻ്റെ സ്ലീപ്പ് സൈക്കിൾ പഴയ പോലെ ആകാൻ വേണ്ടി. കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഒരു ഇത് ഔട്ട് ചെയ്തതിന് ശേഷം. അതാണ് നടക്കും. ഞാൻ അപ്പോൾ അത് കുറച്ചു, മാക്സിമം അത് കുറച്ചു. അല്ല, ഞാനിപ്പോ കാപ്പി അങ്ങനെ കുടിക്കാറില്ല. ഞാൻ പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കുന്നെന്ന് ഉണ്ടല്ലോ. ഞാൻ എൻ്റെ നിർത്തി. അയ്യോ, അതൊരു വല്ലാത്ത ഇതായിരുന്നു. അപ്പൊ നമ്മളുടെ സെഗ്മെന്റ് പോകാം. അതിനു മുമ്പ് ലൈക്ക് ഇപ്പം നമ്മളിപ്പോൾ ഇത്ര അഡ്വൈസ് കൊടുത്തില്ലേ, അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറയുന്ന കേസാണ് ഇത്. വേണമെങ്കിൽ കേൾക്കുക, ഇഷ്ടപ്പെടുക, പിന്നെ ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക, നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ട്രോൾ ചെയ്യുക. നോ ഇഷ്യൂസ്. എല്ലാവർക്കും എയ്സ്തെറ്റിക്കും പൂക്കിയും കളിക്കാനാണ് താല്പര്യം. അല്ലേ, എല്ലാവർക്കും എയ്സ്തെറ്റിക്കും പൂക്കിയും കളിക്കാനാണ് താല്പര്യം. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാനോ പറയാനോ ആർക്കും സമയമില്ല. ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അങ്ങോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വേണമെങ്കിൽ ചെയ്യുക. അല്ല, ഇത് ഇപ്പൊ ജൂനിയേഴ്സ് ഒക്കെ നമ്മൾക്ക് അഡ്വൈസ് ചോദിച്ചാലും നമ്മൾ പറയുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ, അതൊക്കെ വേണ്ട. ഇത് നമ്മൾ ജസ്റ്റ് ഒരു അവയർനെസ് നമുക്ക് പറയുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ എൻ്റെ നിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആരുടെ അടുത്തൊരു എന്ത് ഹെൽപ്പ് വന്നാലും നമ്മളത് ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്യും. ഓക്കെ ഇഷ് ആയിട്ടുള്ള, ഓക്കെ ഇഷ് അല്ല, ഓക്കെ കാര്യങ്ങൾക്ക് മാത്രം. അല്ല ലൊട്ട പരിപാടിക്ക് വന്നിട്ട് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞുണ്ടോ? അത് സത്യം. അത് തന്നെ. അല്ല, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഒന്നും അങ്ങനെ പറ്റില്ല. നമ്മൾ തന്നെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. കാശൊന്നും നടക്കില്ല മക്കളെ, കാശൊക്കെ അറിയാമല്ലോ. നിങ്ങളൊക്കെ തന്നെ എങ്ങനെയോ പോകുന്നു, നമ്മളും അതുപോലൊക്കെ തന്നെ. അല്ലാതെ എനിക്ക് ഇലോൺ മസ്കിനെ പരിചയമൊന്നുമില്ല, എനിക്ക് ബിറ്റ്കോയിൻ ഷെയറും ഇല്ല. ഇപ്പൊ തന്നെ നമുക്ക് ചെലവൊക്കെ കൂടി വിന്റർ ഈസ് കമ്മിങ് ബില്ല് വരുന്നു. നിങ്ങൾ വിചാരിക്കുക ഇത് ഔട്ട്ഫിറ്റ് ആണെന്ന്. അല്ല, തണുപ്പത്തിട്ടേക്കല്ല, തണുപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഇതിനകത്ത് തന്നെ തോന്നിയാലും എനിക്കൊരു വിഷമവും ഇല്ല. ചൂട് സാധനങ്ങളാണ് കേട്ടോ. ഞാൻ ഇന്നലെ എടുത്തിട്ടാണ്. നല്ല നമ്മള് നാട്ടിലെ ഒരു മറ്റേ വൂൾ കമ്പിളി, അതേ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് സത്യമാണ് കേട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ഇഷ്യൂ സത്യം പറഞ്ഞാൽ ഇതായിരുന്നു. കാരണം കൂടുതൽ പേർക്ക് ഈ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനും ആലോചിച്ച് നിങ്ങളെല്ലാവരും ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നു, ലൈക്ക് മെസ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ്, ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്യേണ്ട ഇപ്പം എനിക്ക് അയച്ചു തന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പർട്ടിക്കുലറായിട്ട് എന്താണ് നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. നമുക്ക് നിങ്ങൾക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അയച്ചാട്ട് കൂടുതൽ വന്ന ഇതാണ് ഈ പറയുന്ന പോലെ ഇതെടുത്ത് സംസാരിക്കുക മെസ്സ് പറഞ്ഞാൽ മെസ്സി ഇപ്പം ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഇത്ര ഷെയർ ചെയ്തേക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് വീണ്ടും പറയാം, ഇവിടെ ഫുഡില്ല. അത് ഇതിനകത്ത് ഗ്ലോറിഫിക്കേഷൻ ഇല്ല. നല്ല ഫുഡ് ഇവിടെ ഇല്ല. നിങ്ങളല്ല മോൾഡോവൻ റെസ്റ്റോറൻറ്റിൽ പോയി മറ്റേ സാധനം എന്തോന്ന് മാമാലിക അത് കഴിച്ചു പിന്നെ കുഴപ്പമില്ലെന്ന്. ഇവിടെ കാണാൻ വയറിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നാളെ പറയാമല്ലോ, ബോളി പോകുമ്പോൾ പറയാം നിങ്ങളുടെ ഫുഡ് വന്ന ഡൈസീനുണ്ട്. എല്ലാം അങ്ങ് കിട്ടിയാ കിട്ടിയില്ല. നിന്റെ ആ കാര്യം പറയാം. ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു പേരൻസ് ആയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. എനിക്കെന്താ ഇവിടത്തെ ഫുഡ് എനിക്ക് പറ്റൂല, ഒട്ടും പറ്റൂല. സംഭവം എന്ന് വെച്ചാ ഇത് ഞാൻ എന്താ കഴിച്ച് എനിക്ക് ഒരു സ്പൂണ് ലൈക്ക് ഒരു ബൈറ്റ് എത്തപ്പോ തന്നെ എനിക്ക് ലൈക്ക് ഛർദിക്കണമെന്നുണ്ട്. അത് ടേസ്റ്റ് വ്യത്യാസമാണോ അതോ അവരുടെ എന്തെങ്കിലും പ്രോബ്ലം ആണോ? നിങ്ങൾക്ക് ഫുഡ് ഞാൻ കഴിക്കൂല. ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ കഴിക്കൂല. സ്പൈസ് ഇല്ല, ഒരു കുന്തും ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു വേറൊരു ടേസ്റ്റ് തന്നെ. എനിക്ക് പറ്റൂല അത്. നിനക്കറിഞ്ഞിട്ട് ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പൊ നമ്മളുടെ സെഗ്മെന്റിലോട്ട് കടക്കാം. പുതിയ സെഗ്മെന്റ് തുടങ്ങുമ്പോ നമ്മൾ ടാലന്റഡ് ആയിട്ട് കണ്ടുപിടിച്ച ആളിനെ അറിയാമോ? ആരാണ്? നമ്മളുടെ ഒരു ജൂനിയർ ആണ്. എന്താ പേരെന്താണ്? ജെഫ്. കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് അവന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ദ ജെഫ് ജോൺ ആണ്. എനിക്കൊന്ന് നോക്കട്ടെ, എന്തായാലും ഇത് തന്നെയല്ലേ എടുക്കേണ്ടത്. ഇതാണല്ലേ ആള്. അവൻ അത്യാവശ്യം നൈസ് ചെക്കനാണ്. നല്ല രീതിക്ക് പാട്ട് പാടുന്നു.
ചെക്കാണ്. അവന്റെ വീഡിയോ ഞാൻ മെനിങ്ങാന്ന സംതിങ് ആണ് സ്ക്രോൾ ചെയ്തപ്പോ കണ്ടത്. ഇതിന്റെ ഫീഡ് വന്നത് എന്റെ വീഡിയോ ആണത്. ഓക്കെ, അതുകൊണ്ട് അത്യാവശ്യം ടാലന്റ് ഉണ്ട് അവന്, അത്യാവശ്യം നൈസായിട്ടാണ് പാടുന്നത്. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. നീയല്ല എന്തായാലും ഇത് കണ്ടത്, അപ്പൊ നീ തന്നെ സെലക്ട് ചെയ്യുന്ന ഇത് എന്തോ ഇതാണ്. കൊള്ളാലോ, അത്യാവശ്യം നൈസ് വോയിസ് ആണ്. കൊള്ളാം കേട്ടോ, പയ്യൻ നല്ല രീതിയിൽ പാടുന്നുണ്ട്. ഞാൻ ഇവൻ പാട്ട് പാടുന്ന അതിനെ തന്നെ ഈ ഫീലിൽ വന്നപ്പോഴാണ്. അത്യാവശ്യം അത്യാവശ്യമല്ല, നല്ല ശബ്ദം, ഒരു സിംഗിങ് വോയിസ് നല്ല ഇതുണ്ട്. പിന്നെ ചെക്കൻ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ലത് മോനെ, നല്ല രീതിയിൽ നീ ചെയ്തിട്ടുണ്ട് കാര്യങ്ങള്. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക, മാക്സിമം സപ്പോർട്ട് നോക്കല്ല ചെയ്യുക, കഴിവുള്ളത് വെറുതെ കളയാതിരിക്കുക. അത് നീ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തത് റെഡിയാക്കി എടുക്കുക. എന്തായാലും നല്ല വീഡിയോസ് നല്ല രീതിയിൽ പാടിയിട്ടുമുണ്ട്. ബാക്കി വീഡിയോസ് ഒക്കെ വഴിയെ കാണാം. എന്തായാലും കണ്ടാലും സന്തോഷം. ഇപ്പൊ എന്തായാലും മനസ്സിലായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. നല്ലത് തന്നെ. പക്ഷെ നമുക്ക് വേറൊരു സാധനം, ഓവർ ടാലന്റഡ് ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അത് നീ തന്നെ പറയുക. നിന്റെ ഏറ്റവും അടുത്ത ഒരു നമ്മളുടെക്കാളും പറയുന്നതിനേക്കാളും നിന്റെ ഏറ്റവും വലിയൊരു സുഹൃത്താണ്. നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് ഞാൻ പറയും. നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. യാദൃശ്ചികമായിട്ടാണ് ഈ വീഡിയോ കണ്ടത്. അൺഎക്സ്പെക്ടഡ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒരു ചെറിയ സാധനം, വൈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇവിടെ നിർത്തുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കുക അല്ലേ. പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടാ. അപ്പൊ നമ്മള് ഓവർ ടാലന്റഡ് സെക്കൻഡിലേക്ക് കയറുകയാണ്. എന്താ കപ്പിൾ വീഡിയോ ഇത്? എന്തിനിങ്ങനെ ഗൈസ്? പാട്ടെങ്കിലും ഒന്ന് മാറ്റാൻ, എനിക്കൊല്ല മാസ് പാട്ടും എല്ലാം കേട്ടാൻ വയ്യായിരുന്നു. മറ്റേ പാണ്ടിമേളപ്പാട്ടും കുത്തും പക്ക അതൊക്കെ ഇട്ടെ പിന്നെ കുഴപ്പമില്ല. എടാ ഇത് തിരിയുന്നു, മറ്റേ ടിവിയിലേക്ക് പോകുന്നു. ഗൈസ് എടാ അതെടുത്ത് യൂട്യൂബിലും കാച്ചിട്ടുണ്ടോ? ഇതും കേട്ടി 7 ലൈക്ക്. ഒന്നുകൂടെ ഒരു തവണ കേട്ടെ, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പൈസ എന്തിനി? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്തിനി? മക്കളെ കുറെ സാധനങ്ങൾ ലോകത്തുണ്ട്. ഒന്ന് ബെർമുഡ ട്രയാങ്കിൾ പ്ലെയിൻ വലിച്ചുകൊണ്ട് പോണത്. അണ്ണനോട് ചോദിച്ചാൽ അണ്ണനൊന്നും അറിയത്തില്ല എന്റെ പൊന്ന. അതുപോലെ തന്നെ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് പിടിയില്ല. എടാ നീ കാണുന്നുണ്ടെങ്കിൽ എന്ന് പോസ്റ്റ് ചെയ്തേടാ ഇത്. എന്തുവാടാ ഇത്? അതായത് കപ്പിൾ വീഡിയോ. അതെ, ഞാൻ ഇപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന പറ്റുമെങ്കിൽ എടുത്ത് കടയുടെ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ലൈക്ക് അതിന് വേറെ ആംഗിൾ വെച്ച് നോക്കുമ്പോ ഒരു TV രൂപത്തിൽ വരുന്നുണ്ട്. വായത്തിന് അവന്മാര് വേറെ ഒന്നും ചെയ്യാത്തത്. എനിക്കപ്പം
അപ്പൊ ആ ഇമേജ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. കണ്ണടയ്ക്കുമ്പോ അതിങ്ങനെ വരുന്നടാ, കേറി കേറി എനിക്ക് ആ പാട്ട് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴും ഇവരോട് പറയുന്നത് കൊണ്ട് പ്രൈവറ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ പ്രൈവറ്റ് ആയിക്കോ, യൂട്യൂബിൽ വീഡിയോ എല്ലാം ഡിലീറ്റ് ആയിക്കോ, ഉണ്ടെങ്കിൽ നമ്മള് തൂക്കും. പിന്നല്ലേ ഇത് ഇവന്മാരൊക്കെ നമ്മളുടെ അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ആണ്. പിന്നെ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഇമ്മാതിരി പരിപാടി കാണിക്കരുത്. പാട്ടിടുമ്പോ മര്യാദക്കുള്ള പാടി. ഇതൊക്കെ വല്ല വിക്കിത്തക്കിന്റെ കയ്യിൽ കഴിഞ്ഞാൽ കാര്യമല്ല. പൊറോട്ട കീറുന്ന മല്ലി വലിച്ച് കീറി ഒട്ടിക്കും. അതല്ല, പക്ഷെ ഇവർ ചെയ്തത് ഒരു വല്ലാത്ത പരിപാടിയായി പോയി. The question still remains why? Why? ദോസ്താനെ പാട്ടിടാവായിരുന്നു. അയ്യോ അതും വേണ്ട, അത് വേറെ പാട്ടായി പോയി. എന്തായാലും ഈ പാട്ടിനെ കാട്ടും ഭേദം ഏതെങ്കിലും പാട്ട്. അതെ അതെ അതെ. ഇനി നിനക്ക് നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടോ നിന്റെ ഓഡിയൻസിനോടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പാണ് അത് പറയാനുള്ള ടൈം. ചെയ്യല് അതല്ലേ ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ലേ? ചെയ്തോട്ടെ, കുഴപ്പമില്ല. ചെയ്താലും എയർ ബഹിരാകാശം അവിടെയൊക്കെ എത്താൻ താല്പര്യം. ആസ്ട്രോണോട്ട് ആകാതെ എങ്ങനെയൊക്കെ എത്താന്നുള്ളത് നമ്മള് തൂക്കിയിരിക്കും. പിന്നല്ലേ നമ്മളുടെ വീഡിയോസ് ഒക്കെ കഴിച്ചു തന്നോ, നമ്മൾ അതിന് റിയാക്ട് വീഡിയോസ് ഉണ്ട്. എന്റെ 2-3 വീഡിയോസ് ഞാൻ ഇടയ്ക്ക് എന്റെ ഫ്രണ്ടിന്റെ ഇതിൽ ഫോണിൽ കണ്ടായിരുന്നു. ഓങ്കോലുള്ള എന്റെ കുറെ വീഡിയോസ് ഞാനും സാഗറുമായിട്ട് ഒരു അത് വേണ്ട, അല്ല അത് കാണിക്കൂല ഞാൻ. അയ്യ അങ്ങനെ അതല്ല, ഞാൻ അവനായിട്ട് ഒന്നുമില്ല. ദൈവമേ അത് പറയാൻ ഫുള്ള് ബാഡായി. കൃഷ്ണന്റെ കൃഷ്ണന്റെ അത് തന്നെ. അത് നിങ്ങളുടെ കിട്ടാണെങ്കിൽ അയച്ചു. കൃഷ്ണന്റെ വീഡിയോ അഖിലിന്റെ ഉണ്ടാവും, മിക്കവാറും കാണാം. അല്ല അമ്മന്റെലും ഉണ്ടെങ്കിൽ അയച്ചേ, നമ്മൾ അതിന് റിയാക്ട് ചെയ്ത മിക്കവാറും അതിൽ കാണും. നമ്മൾ അതിന് കൃഷ്ണന്റെ വീഡിയോ ആക്ച്വലി കൃഷ്ണന്റെ വീഡിയോ കൃഷ്ണന്റെ വീഡിയോ കൊണ്ട് എടുക്കാല്ലേ എടുക്കാം. നമ്മളങ്ങനെ നമ്മളെ ട്രോളിയില്ലെന്ന് അല്ല, ട്രോളിയില്ലെന്നല്ല, ലൈക്ക് അതൊരു വൻ സാധനമായിരുന്നു. ഉണ്ട് കേട്ട. ഇവൻ അത് കളഞ്ഞിട്ടില്ലല്ലേ? എടാ ഇത് ഒരെണ്ണം അവൻ, മറ്റേത് ഞാൻ. അന്ന് നിനക്കറിയാമല്ലോ എന്തിന്റെ. എനിക്കറിയാം, ഒറ്റ മൈൻഡ് ആയിരുന്നു അല്ലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ആ സൈഡിലായിട്ട് ഞാൻ കിടപ്പുണ്ട്. അതെ, ഈ വീഡിയോ എടുക്കുന്ന ആരാ? നീയാണ്. അതാണ് എനിക്കറിയാം. സൗണ്ട് പോയടാ ഇതിന്റെ. സൗണ്ട് ഇല്ലേ? ആദ്യം വിടാം, ഞാൻ വെച്ച് പോയത്. എങ്ങനെ നമുക്ക് എങ്ങനെ മൈൻഡ് തോന്നി? അടുത്ത എന്റെ സ്റ്റെപ്പ് ഉണ്ട്, എന്റെ ഫേമസ് സ്റ്റെപ്പ് നോക്കണം. ഇതിനകത്തല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതായിട്ട് ഞാൻ വരും. അതിനകത്തല്ല, ഇതിനകത്ത് നിനക്ക് ഓർമ്മയില്ലേ? അതാണ് നീ ഉദ്ദേശിക്കുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സീനിയേഴ്സിന്റെ അടുത്ത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എന്തുവാ കാണിച്ചു കൂട്ടിയ പാതിരാത്രി ആലോചിക്കുന്നത്. പക്ഷേ ഈ സമയം വൈബായിരുന്നു സത്യം. ഓരോ ഇയറും ഓരോ കാര്യങ്ങൾ വന്നു ചെയ്യും. കുറച്ച് വിഷമിക്കാനുള്ളതും കുറച്ച് ഹാപ്പി ആകാനുള്ളതും അങ്ങനെയൊക്കെ തന്നെ. ഇതില്ലേ, ഇത് പോസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്നെ വെച്ച് സീനിയേഴ്സ് എന്തൊക്കെയോ പ്രത്യേകിച്ച് കാര്യങ്ങൾ അതില് വിസിബിൾ ആയി. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അത് സൂക്ഷിച്ച് നോക്കല് ചെയ്യാൻ പാടില്ല. നമ്മള് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ വെറുതെ പോകുന്ന പട്ടിയുടെ കുണ്ടിക്ക് പടക്കം വെച്ച് പൊട്ടിക്കലെന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ ഒന്നും ചെയ്യാൻ പാടില്ല. Don't do that. ആ വീഡിയോ കണ്ടു അതൊക്കെ വിട്ടുകളയുക. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് വീഡിയോ. അതുപോലെ തന്നെ അമ്മാരുടെ വീഡിയോ പോയി കാണരുത്. ഞാൻ ഒരു ട്രോമറ്റൈസ് ആയിക്കുകയാണ്. നോ, അത് ട്രോമിൽ ഇറങ്ങണം. കഴിഞ്ഞല്ലേ പരിപാടി കഴിഞ്ഞല്ലേ? നമുക്ക് അപ്പം എന്തായാലും സംഭവം ഇതൊക്കെ തന്നെ. ഇത് ഇനിയിപ്പം അടുത്ത എപ്പിസോഡ് അടുത്ത ഫ്രൈഡേയില് നമുക്ക് സമയം കിട്ടും. കമ്മിങ് ഡേയ്സ് ഫ്രൈഡേ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലാക്സിംഗ് ടൈമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം, അപ്പൊ വീഡിയോ വരുമ്പോ നിങ്ങൾക്ക് അറിയും. സബ്സ്ക്രൈബും ചെയ്യാം, വേണമെങ്കിൽ ലൈക്ക് അടിക്കാം, ഡിസ്ലൈക്ക് അടിക്കാം, കമന്റ് സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കേറി പെരുമാറാം.
നമുക്ക് അതൊക്കെ ഒരു വൈബായിട്ട് മനുഷ്യന്മാരാണ്. നമ്മൾ 100% ചിൽ ഗൈസ് ആണ്. പിന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, അതും സെയിം പേരാണ്. അതിലാണ് കൂടുതൽ ഫീഡ്ബാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് കൂടുതൽ സജഷന് ഫീഡ്ബാക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുന്നു. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും തന്ന റെസ്പോൺസ് നല്ലതായിരുന്നു. ലൈക്ക് അതേ റെസ്പോൺസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ഒരു Q&A ഇട്ടപ്പോഴത്തേക്ക് നിങ്ങളത് പെട്ടെന്ന് എല്ലാവരും അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ടൈമും നമ്മൾ ടോപ്പിക്ക് എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ടോപ്പിക്സ് ചോദിക്കുമ്പോൾ പറയുക. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും